ഏതൊരു ഗൈസ് വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമ്മളിന്ന് ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് എത്രത്തോളം സിമ്പിളായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്തുന്നൊരു വീഡിയോ ആണിത്. അതായത് ഏറ്റവും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഒരാൾ വന്ന് ട്രേഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വരെ അയാൾ ഒരു വീഡിയോയിൽ കണ്ട് ആകൃഷ്ടനായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെൻറ്ററെ കണ്ടെത്തും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബറിനെ കണ്ടെത്തും എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം യൂട്യൂബേഴ്സിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് മാത്രം കാണിക്കുന്നു, ബാക്കി അവരുടെ ബാക്ക് സ്ക്രീനിൽ അവരെന്താണ് കാണിക്കുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് അവരുടെ PNL ഒന്നും വെളിവാക്കാതെ അവർ ബാക്കിയുള്ള കാര്യങ്ങളോട്ട് കടക്കുന്നു. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ കാണിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഒത്തിരി ആകർഷ്ടരാകും. ഡെയിലി ഇത്രയും രൂപ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഒരു മാസം എത്ര രൂപയായിരിക്കും ഇവരുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്കും സാധിക്കും എന്നുള്ള ധാരണയിൽ നമ്മൾ ചെന്ന് ചാടി കൊടുക്കും. ഇതാണ് ജെന്യുവിനായിട്ട് ഷെയർ മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നമുക്ക് സ്വന്തമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നാണെന്നുണ്ടെങ്കിൽ, ഒരു മെൻറ്ററിനെ സപ്പോർട്ടില്ലാതെ ഒരു ഔട്ട് ഓഫ് ദി ബ്ലൂ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയി മാറണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൈം മാർക്കറ്റായിട്ട് സ്പെൻഡ് ചെയ്യുക. മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾ മനസ്സിലാക്കുക, മാർക്കറ്റിൻ്റെ വീക്ക്നെസ് മനസ്സിലാക്കുക, മാർക്കറ്റ് എന്താണ് നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. നമ്മൾ അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് നമ്മൾ ഡാൻസ് ചെയ്യാൻ വില്ലിങ് ആയാൽ മാത്രമേ നമ്മൾ സക്സസ് ആവുകയുള്ളൂ. കാരണം നമ്മൾ മാർക്കറ്റിന് എഗൻസ്റ്റ് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡുവറ്റ് രണ്ടുപേരും കൂടെ പാടുന്നെന്ന് വിചാരിക്കും. അപ്പോൾ രണ്ടുപേരും കൂടെ പാടുമ്പോഴേക്കും ഒരാൾ വേറൊരു സ്വരത്തിലും വേറൊരാൾ മെയിൽ വോയിസ് വേറൊരു സ്വരത്തിലും ഫീമെയിൽ വോയിസ് വേറൊരു സ്വരത്തിലും പാടുമ്പോഴേക്കും രണ്ടും ഒരു സിങ്കർണൈസേഷൻ ഇല്ലാതെ ഒരുമിപ്പില്ലാത്ത രീതിയിൽ നിങ്ങളും മാർക്കറ്റും തമ്മിൽ വിട്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരുമിപ്പാണ് ആദ്യം വേണ്ടത്. മാർക്കറ്റ് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നത്, നമുക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ വളരെ സാധു ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് എന്താണ് നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് ഉള്ള കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുത്ത് അതിനനുസരിച്ച് പെരുമാറുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ നമുക്ക് ഒരു ഉദാഹരണം പറയാം. മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ സൈഡ് പോവുകയാണെന്ന് വിചാരിക്കും. ഒത്തിരി ഡൗൺ സൈഡ് ആയിപ്പോയി, ഇത് റിലേറ്റ് ചെയ്യാൻ പലർക്കും പറ്റുമായിരിക്കാം. ഒത്തിരി ഡൗൺ സൈഡ് ആയിപ്പോയി, ഇനി പെട്ടെന്നൊരു അപ്പ് സൈഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ധാരണയിൽ നമ്മൾ വീണ്ടും ബൈ ചെയ്യും, ലോയിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെയെങ്കിൽ ലോയിൽ അറ്റ് ദ ബോട്ടംസിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹയറിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് എന്തോ സംഭവിക്കും, നമുക്ക് ഒത്തിരി വലിയ പ്രോഫിറ്റ് കിട്ടും എന്നുള്ള ധാരണയെ നമ്മൾ വാങ്ങിക്കും, അല്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാ ട്രേഡേഴ്സും ഫേസ് ചെയ്യും. ഈവൻ ഞാനും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓവർകം ചെയ്തത് എങ്ങനെയെന്നറിയാമോ? ഓവർകം ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരേ ഒരു ടൂൾ വെച്ചിട്ടാണ്. ടൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ആ ടൂള്, വേറൊന്നുമല്ല. അത് ആ സൈക്കോളജി എന്നങ്ങനെ ഒരു ടൂള് നമുക്ക് വർക്കൗട്ട് ചെയ്യണം. അതായത് മാർക്കറ്റ് ഡൗൺ സൈഡ് ഇനിയും പോകും എന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് ഒരു ചെറിയ സ്വിങ് ബ്രേക്ക് ആകുമ്പം ഒരു ചാർട്ട് കാണിക്കാം, ചാർട്ടിലോട്ട് നമുക്ക് പോവാം. ശരി, മാർക്കറ്റ് ഈ ഒരു 5 മിനിറ്റ്, ഞാൻ യൂഷ്വലി 5 മിനിറ്റിലാണ് ട്രേഡ് എടുക്കാറ്. അപ്പോൾ 5 മിനിറ്റിൽ തന്നെ നമുക്ക് പോവാം. അപ്പോൾ നോക്കിയേ, നമുക്ക് പ്രീവിയസ് ഡേ കാനിൽ നോക്കാം. ഇതുണ്ടോ മാർക്കറ്റ് ഹൈ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള തോട്ടുള്ളവരും ശ്രദ്ധിച്ചോളുക. അപ്പോൾ മാർക്കറ്റ് പ്രീവിയസ് ഡേയിൽ 5 മിനിറ്റിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം തന്നിട്ട് ഈ ഒരു സ്വിങ് ബ്രേക്കായി ക്ലോസായി, പിന്നെ അവിടെ ബ്രേക്കായി, ഈ ഒരു സ്വിങ് ബ്രേക്കായി വീണ്ടും അത് താഴോട്ട് വന്നു, വീണ്ടും അപ്സൈഡായിട്ട് നല്ലൊരു പൊട്ടൻഷ്യലോടെ തന്നെ വീണ്ടും ഒരു ബൈയിങ് മൊമെൻറ്റത്തോടെ മാർക്കറ്റ് ക്ലോസ് ആയി, കണ്ടോ, ഈ ഒരു ഏരിയയിൽ. അപ്പോൾ നെക്സ്റ്റ് ഡേ എക്സ്പെക്റ്റേഷൻ എന്തായിരിക്കും? ഒബ്വിയസ്ലി മാർക്കറ്റ് ലാസ്റ്റ് ടൈമിൽ മാർക്കറ്റ് അപ്സൈഡ് പോയത് കൊണ്ട് തന്നെ നമുക്ക് അത് ഉറപ്പായിട്ട് ഒരു ഗ്യാപ്പ് അപ്പ് തരാനുള്ള ഓപ്ഷനുണ്ട്. ഇതിങ്ങനെ മാർക്കറ്റ് അപ്സൈഡ് പോയിട്ട് ക്ലോസ് ആയി എന്ന് വെച്ചിട്ട് വീണ്ടും ഗ്യാപ്പ് ഡൗൺ തരാനുള്ള ഓപ്ഷനുണ്ട്, ഗ്യാപ്പ് അപ്പ് തരാനുള്ള ഓപ്ഷനുണ്ട്. സോ നമുക്ക് ഗ്യാപ്പ് അപ്പ് തരും എന്നുള്ള ധാരണയിൽ നമുക്കൊരു പ്രഡിക്ഷനിൽ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു വെച്ചു. പിറ്റേ ദിവസം നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്നറിയാമോ, ഇത്രയും ക്യാച്ച് ചെയ്തു,
മാർക്കറ്റ് ബുള്ളിഷാണ്, നമ്മളെന്ത് ചെയ്യും, ഇനി അപ്സൈഡ് പോകും എന്നുള്ള ധാരണയിൽ ആ ഹോൾഡ് ചെയ്ത പൊസിഷൻ പിടിച്ചു വെച്ചെന്ന് വിചാരിക്കുക. പിടിച്ചു വെച്ചിരുന്ന നമുക്ക് ഈ ഒരു മൊമെൻറ്റത്തിൽ കിട്ടുന്ന ആ ഒരു അപ്സൈഡ് മൊമെൻറ്റം പകുതിക്ക് മുക്കാലും ഈ ഒരു പോർഷനിൽ വെച്ച് തന്നെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ അത് മെൽറ്റായി പോകും. അപ്പോൾ കിട്ടുന്ന പോർഷൻസ് നമുക്ക് വീണ്ടും ആ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ധാരണയും തെറ്റാണ്. നമുക്ക് അപ്സൈഡ് മൂവ് ചെയ്ത് അപ്സൈഡ് നമുക്ക് ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായി വീണ്ടും ആ ഗ്യാപ്പ് ഡൗൺ ബ്രേക്ക് ചെയ്തപ്പോഴേക്കും നമ്മളൊരു ട്രേഡ് എടുത്തു, ലോവർ ലോ ബ്രേക്ക് ചെയ്തു പോയി. അപ്പോഴേക്കും മാർക്കറ്റ് ഇത്രയും നമുക്ക് ഗ്യാപ്പ് അപ്പ് തന്നതല്ലേ, പ്രീവിയസ് ഡേയിലുള്ള ട്രെൻഡ് അപ്സൈഡ് അല്ലേ എന്ന ധാരണയിൽ വീണ്ടും നമ്മളിവിടെ ഒരു പൊസിഷൻ ഇനിയും ലോവർ ലോയിൽ വന്നിട്ട് മാർക്കറ്റ് അപ്പല്ലേ എന്ന ധാരണയിൽ നമ്മൾ വീണ്ടും സാധാരണ ട്രേഡേഴ്സ് നിന്നറിയാമോ ഈ ഒരു പോർഷൻസൊക്കെ ഒന്ന് വാങ്ങിക്കാൻ തുടങ്ങും, മുകളിലോട്ട് പോകാം. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, ഇവരെല്ലാം ട്രാപ്പ് ചെയ്യും. ഇവരുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായി എവിടെയെന്നുള്ള ധാരണയിൽ സ്റ്റോപ്പ് ലോസ് എല്ലാം ധാരണയിൽ അവരെല്ലാം ബ്രേക്ക് ചെയ്യും. ഇൻട്രാഡേയിൽ നടക്കുന്ന പരിപാടിയും അതുതന്നെയാണ്. അതുപോലെ തന്നെ BTSTയിലും നടക്കുന്ന പ്രശ്നവും ഇത് തന്നെയാണ്. ഇന്ന് വാങ്ങിച്ച് നാളെ സെല്ല് ചെയ്യുന്നൊരു പ്രോഗ്രാം നടക്കത്തില്ലേ, അത് തന്നെയാണ്. അപ്പോൾ ട്രാപ്പിംഗ് ആണ് ഇതിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഏതൊക്കെ പോർഷൻസിൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്കൊരു ധാരണ വേണം. മാർക്കറ്റ് ഡൗൺ സൈഡ് അപ്സൈഡ് പോയിട്ട് ബ്രേക്ക് ചെയ്ത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു, ഡേ ലോ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് സസ്റ്റെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡ് ഇവിടെ ആക്ടിവേറ്റ് ചെയ്യണം, താഴോട്ട്. മനസ്സിലായോ? താഴോട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ മനസ്സിലാക്കുക, അക്കോർഡിംഗ് ടു മാർക്കറ്റ് നമ്മൾ മൂവ് ചെയ്യുക. അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് എപ്പോഴാണോ മാറാൻ സാധിക്കുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് പ്രോഫിറ്റബിളായിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമുക്ക് ഈ ഒരു ധാരണയിൽ ട്രേഡ് ചെയ്യാം. അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് അടുത്തൊരു ചെറിയൊരു പോർഷൻ കൂടെ ഇന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അത് നമുക്ക് ഇതെല്ലാം ഒന്ന് കളയാം. നമുക്കൊരു ഒറ്റ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണെന്നറിയാമല്ലോ. ഏതാ? EMA. നമുക്ക് EMAയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. EMAയിൽ എത്രത്തോളം നമുക്ക് ആക്യുറസി തരുമെന്നുള്ള കാര്യം നോക്കാം. EMA എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് കേട്ടോ. ലെങ്ത് നമുക്ക് 20 കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് ഇറ്റ്. ഉണ്ടോ? നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ കാണുമ്പോൾ, അതായത് നമ്മൾ വിചാരിക്കും മാർക്കറ്റിൻ്റെ ഈ ഒരു ലൈനിന് മുകളിൽ നിൽക്കുമ്പോൾ നമ്മൾ ബൈ ചെയ്യുന്നു. നല്ല കാര്യം, ബൈ ചെയ്യാം. ഇവിടെ ഒരു ട്രേഡുണ്ട്, ബൈ ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴാണോ നമുക്ക് ഈ ഒരു സ്പൈക്കുകളൊക്കെ നമുക്ക് ബുക്ക് ചെയ്ത് മാറിയില്ല എന്നുണ്ടെങ്കിൽ ഓൺ ദി വേയിൽ ടൈം ഡീക്കേയും ഇതിന് എഫക്റ്റ് ചെയ്യും. ടൈം ഡീക്കേ ഓപ്ഷനാണ് നമ്മൾ കളിക്കുന്നത്. ഓപ്ഷനിൽ കളിക്കുമ്പോൾ പരമാവധി ഫാസ്റ്റായിട്ട് നല്ലൊരു മൊമെൻറ്റം കിട്ടിയാൽ എക്സിറ്റ് ചെയ്യുക, പാർഷ്യലി റൺ ചെയ്യാൻ വിടുക. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ട്രേഡ് എടുക്കുകയാണ്. ട്രേഡ് എടുക്കുമ്പോഴേക്കും നമ്മളെന്ത് ചെയ്തു, നമ്മൾ ഒറ്റ ട്രേഡ് മാത്രമേ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ എന്ന ധാരണയിൽ ട്രേഡ് എടുത്തു. അപ്പോൾ അത് എഗൻസ്റ്റ് പോയി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ ചിലർക്ക് അത് ബുക്ക് ചെയ്ത് മാറാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്ക് മനസ്സിന് അനുവദിക്കത്തില്ല. നമ്മൾ തെറ്റല്ല, മാർക്കറ്റ് തെറ്റിപ്പോയതാണ്, നമ്മൾ തെറ്റല്ല എന്നുള്ള ധാരണയെ നമ്മൾ ഹോൾഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ധാരണയിൽ ഹോൾഡ് ചെയ്യുന്നതാണ് ഏതൊരു ഇൻഡിക്കേറ്ററിൻ്റെയും നെഗറ്റീവ്. മനസ്സിലായി? അപ്പോൾ ഏതൊരു ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യും ഒരു ട്രെൻഡിങ് ഡേയിലും മാത്രം. ട്രെൻഡിങ് ഡേ അല്ലാത്തത് ഒരു 90% ദിവസങ്ങളും ട്രെൻഡിങ് ഡേ അല്ല. ബാക്കി ഒരു 10% മാത്രമാണ് ട്രെൻഡിങ് ഡേ വരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഏതൊരു ഇൻഡിക്കേറ്ററും ഫെയിലാണെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഞാനൊരു 1000 ഇൻഡിക്കേറ്റർ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ഈ ഒരു ചാർട്ടിൽ തന്നെ ഏകദേശം 10-15 ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ലിമിറ്റ് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നറിയാമോ, അടുത്ത പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യും. അപ്പോൾ ഏതിലെങ്കിലുമൊക്കെ സിഗ്നൽ കിട്ടുമ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിനെ കൺവേ ചെയ്യണം, ഇപ്പോൾ ട്രേഡ് കിട്ടും, ഉടനെ തന്നെ ട്രേഡ് കിട്ടും, നമ്മൾ പെട്ടെന്ന് ട്രേഡ് എടുത്ത് മാറുന്ന ഒരു ധാരണയിൽ ഞാൻ വന്നതായിരുന്നു എൻ്റെ ഒരു വിഷയം. അപ്പോൾ ഇതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഒത്തിരി കാലം എടുത്തു. ഏകദേശം എൻ്റെ ട്രേഡിങ് ജേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 വർഷമാണ്. 9 വർഷം എന്ന് പറഞ്ഞാൽ ലിറ്ററലി അതൊരു വലിയൊരു സ്ഥലമാണ്, വലിയൊരു ഏരിയയാണ്.
അപ്പോൾ അത്രയും റീജിയണിൽ അത്രയും സ്ട്രഗിളിലാണ് നമുക്ക് പഠിച്ച് വന്നത് നമ്മൾ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ചധികം കോഴ്സും ചെയ്തായിരുന്നു. 3 കോഴ്സ് ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ പഠിച്ച് നമുക്കൊരു ലെവലെത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ ഇൻഡിക്കേറ്ററിലൊന്നും കാര്യമില്ല. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇൻഡിക്കേറ്റർ ഞാനങ്ങ് മാറ്റി. ഇൻഡിക്കേറ്റർ എനിക്ക് വേണ്ട, അല്ലാതെ ഞാൻ കാണുന്ന രീതിയിൽ മാർക്കറ്റിൻ്റെ രീതിയിലനുസരിച്ച് എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. പറ്റുന്നില്ല എന്ന പക്ഷത്തിൽ നിങ്ങൾ മാക്സിമം വായിക്കുക. നിങ്ങളുടെ ടീച്ചർ നിങ്ങളാവാൻ തന്നെ ശ്രമിക്കുക മാക്സിമം. പറ്റുന്നില്ല എങ്കിൽ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടുക. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.